കിളി പിന്നെയും പോവാണോ? നെയ്മർ ഇറങ്ങുന്നവരുള്ള പ്രശ്നം ഇപ്പോൾ ഉള്ളൂ. നെയ്മർ ഇറങ്ങിക്കഴിഞ്ഞാൽ വേറെ ലെവലാവും കളി. നെയ്മർ ഇറങ്ങിയിട്ട് എന്തിനാ വീൽ ചെയർ ഇരുന്ന് കളിക്കാനാ? മതി, വീൽ ചെയർ മതി. നിന്റെ പറങ്കിപ്പടയുടെ 11 പോരാളികൾക്കിടയിലൂടെ ഡ്രിബിൾ ചെയ്ത് ഗോൾ അടിക്കാൻ നെയ്മറിന് ഒരു വീൽ ചെയർ മതി. അല്ല നീ പോവാ എന്റെ ടീം ഏതാ? ഇന്ത്യയെ കളി പോയാ പിന്നെ എടാ ഞാൻ സർക്കാസ്റ്റിക്കൽ ഒരു കോമഡി അടിച്ചതല്ലേ. നിങ്ങൾ തിരക്കൂടി കയ്യാങ്കളിക്ക് എത്തുമ്പോൾ ഞാൻ വിട്ടോളാം. ഇപ്രാവശ്യം ഞങ്ങൾ അർജന്റീനക്കാരെ കൂളല്ലേ. കണ്ടിന്യൂ. സത്യത്തിൽ എൻ്റെ കിളി പോയത് തന്നെയായിരുന്നു. ഒരു വട്ടമല്ല, കഴിഞ്ഞ 4 മിനിറ്റിനുള്ളിൽ ഒരു 6 തവണയെങ്കിലും എൻ്റെ കിളി മാറിയിട്ടുണ്ടായിരിക്കും. പക്ഷെ സമ്മതിച്ചു കൊടുത്ത് അതോടെ ഞാൻ തീർന്നു. ഈ കിളിപോക്ക് എൻ്റെ ഒരു വീക്ക്നെസ്സാ. നെയ്മർ അല്ലാതെ വേറെ ആരെങ്കിലും കളിക്കാറുള്ളത്? വിനീഷ്യസ് ആ ചങ്ങായിയോ? എംബാപ്പന്റെ നിഴലായിട്ട് കളിക്കണം. ഈശ്വര, വീണ്ടും മാറാൻ തുടങ്ങി. അതൊക്കെ പോട്ടെ, നിങ്ങൾ റൊണാൾഡോക്ക് 2 പാസെങ്കിലും കൊടുക്കും. ഒരു കളിയിലേ കഴിഞ്ഞിട്ടുള്ളൂ, ഇനി ഇഷ്ടംപോലെ വരാം. ബുദ്ധൻ പറയുന്നത് പോലെ ശ്വാസോച്ഛ്വാസത്തിന് മാത്രം ശ്രദ്ധിക്കുക. അപ്പൊ ചിലപ്പോ കിളിക്ക് പറക്കാൻ പറ്റൂലായിരിക്കും. നിങ്ങൾ കളി കാണാറുണ്ട്? കളിനെ കുറിച്ച് വല്ലതും അറിയോ? എനിക്കോ കാര്യം പറയുമ്പോൾ നിങ്ങൾ അധികം നാഗവല്യാവണം. പവിഴമല്ലി പൂത്തുലഞ്ഞ നീലവാനം, പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം, പൂക്കളും പുഴകളും പൂങ്കിനാവിൻ ലഹരിയും ഭൂമി സുന്ദരം. എന്താ പറ്റി? ദിവുവോ തോട്ട് കൊണ്ടുപോയി മുക്കിയാലോ? ഇതിലേട്ടാ ആശുപത്രി പോണോ? വേണ്ട, ആശുപത്രിയിൽ പോകണ്ട. അതേ, എൻ്റെ അടുത്ത കിളിക്ക് പറക്കാനുള്ള സമയമായിട്ടുണ്ട്. ഞാനെന്നാ ഒന്നുകൂടെ പോയിട്ട് വരട്ടെ. അഖിലേ, അഫൂസേ. ശരി പോട്ടാ. ആ അത് തീരുമാനമായി തോന്നുന്നുണ്ടോ ഇതിലേട്ടാ?